പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം നിങ്ങൾ ദൈവികമായ കൃപ കൊണ്ട് നിറയുന്ന പൗരോഹിത്യ പരിശീലനത്തിൻ്റെ ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കരഗതമാകുന്ന മെത്രാൻ്റെ കൈവയ്പിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ദൈവികമായ പ്രസാദവരത്തിൻ്റെ നിറവിലേക്ക് നിങ്ങൾക്കെല്ലാവിധ അഭിനന്ദനങ്ങളും മംഗളങ്ങളും നേരുന്നു. ഈ ദിവസം പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രത്യേകം ഓർത്ത് നന്ദി പറയുകയാണ്. നിങ്ങൾ കാണിച്ച വഴിയുണ്ട്. ഈ മക്കള് ജനിച്ച് വളർന്ന, ഒരുപക്ഷെ ഇവരെ വൈദിക പരിശീലനത്തിനായി നിങ്ങൾ സെമിനാരിയിലേക്ക് പറഞ്ഞു വിട്ടതുപോലെ തന്നെ ഈ ദിവസങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇവർ ജനിച്ച ആ നാൾ മുതലുള്ള ചിന്തകളെ നിങ്ങൾക്ക് ആലോചിച്ചിട്ടുണ്ടാകണം. ഇവർ കടന്നുപോയ വഴികൾ, ഇവരുടെ ജീവിതത്തിലെ വിജയങ്ങൾ, ഇവർക്ക് നിങ്ങളൊക്കെ കൊടുത്ത തിരുത്തലുകളും നന്മകളുമൊക്കെ ഈ ദിവസം അനുസ്മരിച്ച് അതിൻ്റെയൊക്കെ ഒരു കൃപയിലാണ് ഈ മക്കൾ ഇന്നിവിടെ ആയിരിക്കുക എന്ന തിരിച്ചറിവോടെ ദൈവത്തിന് നന്ദി പറയാം. പൗരോഹിത്യം ദൈവത്തിൻ്റെ ദാനമാണ്. അതാണ് നമ്മൾ ആദ്യത്തെ തിരുവചന വായനയിൽ കേട്ടത്. അബ്രാഹത്തെ ദൈവം വിളിക്കും, മറ്റൊന്നും കൊണ്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നു, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ വരണം, അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയ ഒരു ജനതയാക്കും, നീ ഭൂമുഖത്തെ ജനതകൾക്കെല്ലാം ഒരനുഗ്രഹമായി പരിണമിക്കും. അതാണ് പൗരോഹിത്യത്തിൻ്റെ ആദ്യ വിളിയുടെ ഘട്ടം. ഈ വിളിയെ നമ്മൾ കാണും. ഇന്ന് സുവിശേഷ വായനയിൽ നമ്മൾ ശ്രവിച്ചു. ഈശോയുടെ ചുറ്റും പുരുഷാരം തടിച്ചുകൂടിയപ്പോൾ ഈശോ മലമുകളിലേക്ക് കയറി തൻ്റെ അടുക്കലേക്ക് തനിക്കിഷ്ടമുള്ളവരെ ചേർത്ത് വിളിച്ചു. തന്നോട് കൂടെയായിരിക്കാൻ, വചനം പ്രഘോഷിക്കാൻ, രോഗികളുടെ മേൽ കൈവയ്ക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, തൻ്റെ കൂടെ നിന്ന് അവരെ അയക്കാൻ അവിടുന്ന് 12 പേരെ തിരഞ്ഞെടുത്തു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ വിളിയുടെ പങ്കുപറ്റി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ ഈ രൂപതയ്ക്കുള്ള വൈദികരായി പരിണമിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ വിളിയിൽ നാം എല്ലാവരും ഈ മക്കളെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹായിച്ചിട്ടുള്ളവരാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ശമാശന്മാരെ, ഈ നല്ല ദിനത്തിൽ നിങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ ആശംസകൾ നേരുകയാണ്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഒരു പടി കൂടി കയറുന്നതിന് മിഴിവാർന്ന ദൗത്യബോധം നിങ്ങളിൽ വളരട്ടെ. ഇത് നിങ്ങളുടെ സ്വന്തമല്ല, ദൈവം ദാനമായി നൽകിയത്. നിങ്ങളെ വേർതിരിച്ചവൻ ക്രിസ്തുവാണ്. അവിടുന്നാണ് നിങ്ങളെ വിളിച്ചത്. ആ വിളിയെ തിരിച്ചറിഞ്ഞ് ഈ രൂപതാ കുടുംബം, അഭിമന്യ പിതാവ് നിങ്ങളെ ഈ രൂപതയുടെ ശുശ്രൂഷയിലേക്ക് വിളിച്ചു. സ്വീകരിച്ചതും വിളിച്ചതും പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും നന്മകളിൽ വളർത്തുന്നതും തിരുസഭാ മാതാവാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം തിരുസഭാ മാതാവിനോടും വിശ്വസ്തതയും, വിളിച്ചവനോട് ചേർന്ന് വളർത്തുന്നവനോട് ചേർന്ന് ജീവിതത്തെ സമർപ്പിക്കാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഘട്ടം കൂടിയാണ് ഈ ദിനമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഇനി നിങ്ങൾ സഭയ്ക്കും ക്രിസ്തുവിനും സ്വന്തമായിട്ടുള്ളവരാണ്. അതുകൊണ്ടല്ലേ വൈദിക വസ്ത്രം സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾക്ക് പുറമേ ക്രിസ്തു ധരിച്ചതുപോലെ ഒരു നീണ്ട കുപ്പായമിട്ട് നിങ്ങൾ ലോകത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ ദൈവം നിങ്ങളെ ഈ ഭൂമിയിലുള്ള ദൈവ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരടയാളം തന്നുകൊണ്ട് അഹറോനെ ദൈവം വിളിക്കുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ, അതുപോലെ ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ കാണും.
അഹറോനെ തിരഞ്ഞെടുക്കും, അവൻ്റെ കുടുംബാംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം മോശയോട് പറയും, അഹറോനെ മഹിമയും അഴകും നൽകുന്നതിനു വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ ധരിപ്പിക്കണം. പുരോഹിതരായി അവരോധിക്കാൻ അവർക്ക് സ്ഥാനവസ്ത്രങ്ങൾ നൽകണം എന്ന്. പൗരോഹിത്യത്തിലേക്ക് വളരുമ്പോൾ ജീവിതത്തിൻ്റെ അഴകും മഹിമയും കൊണ്ട് നിറയാൻ, പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്കായി പടിപടിയായി തിരുസഭയുടെ വസ്ത്രങ്ങൾ ഓരോന്ന് നൽകുകയാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന പൗരോഹിത്യ പദവികൾക്കൊപ്പം നിങ്ങളുടെ ശുശ്രൂഷകളും വളരുന്നു എന്നതുപോലെ പഴയ നിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്തതും ദൈവം രൂപീകരിച്ചതും ആവശ്യപ്പെട്ടതുമായ അതേ പൗരോഹിത്യത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെട്ടത് ഇന്ന് തിരുസഭയിലൂടെ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളിലൂടെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകുകയാണ്. നമുക്ക് ഓർമ്മിക്കാം, ഇതിനെക്കുറിച്ച് പറയും 43-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലാണ്. സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലിപീഠത്തെ സമീപിക്കുകയോ നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഈ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിച്ചിരിക്കണം. ദൈവജനത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ യോഗ്യരാക്കപ്പെടുന്നത് അതിനുള്ള ഒരു അടയാളം കൂടിയാണ് ഈ വസ്ത്രങ്ങളും ഈ സ്ഥാനചിഹ്നങ്ങളും എന്ന തിരിച്ചറിവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അതൊരു വേർതിരിവാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ ഈ വിളിയിലൊരു വിശുദ്ധീകരണമുണ്ട്, ഒരു ദൗത്യബോധമുണ്ട്. ഈ ലോകത്തിൻ്റെതാകാതെ ദൈവത്തിൻ്റെതായി നിലനിൽക്കാൻ ദൈവം നിശ്ചയിച്ചതാണ് ഈ കാര്യങ്ങളെന്ന തിരിച്ചറിവ് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ ദൗത്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ. പ്രിയപ്പെട്ടവരെ, ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ തുടർന്ന് കാണും, അഹറോനെയും പുത്രനെയും വെള്ളം കൊണ്ട് നീ കഴുകി ശുദ്ധമാക്കണം, അവരെ പുരോഹിത വസ്ത്രങ്ങൾ ധരിപ്പിക്കണം, ബലിപീഠ ശുശ്രൂഷയ്ക്കായി അവരെ നീ അഭിഷേകം ചെയ്ത് വേർതിരിക്കണം എന്ന് മോശയോട് കൽപ്പിക്കുന്നത് പൂർത്തീകരിക്കുന്നുണ്ട്. ഇന്ന് വൈദിക വസ്ത്രം സ്വീകരിക്കാൻ 4 ശമാശന്മാരുണ്ട്. ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെടാൻ. വിശുദ്ധിയാണ് അതിൻ്റെ അടിത്തറ. കാറോയ പട്ടം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ അഭിവന്യ പിതാവ് നിങ്ങളുടെ പക്കലേക്ക് സൂനാറ നൽകിയപ്പോൾ പറയും, ശുദ്ധതയാകുന്ന അരക്കെട്ടുകൊണ്ട് നിങ്ങൾ ബന്ധിതരാകണം. ഇനിയുള്ള വഴികളിൽ വിശുദ്ധിയുടെ വഴികളാണ് പൗരോഹിത്യ ശുശ്രൂഷയിൽ എന്നും നിലനിൽക്കുന്നതെന്ന് സഭാമാതാവ് ഓർമ്മിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ ആ കൃപയിൽ നിലനിൽക്കാൻ നമ്മുടെ ജീവിതം നമ്മെ സഹായിക്കട്ടെ. കാറോയ പ്രാർത്ഥനയിൽ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. ദൈവവചനം നിങ്ങളുടെ പക്കലേക്ക് വന്നുകൊണ്ട് അതിനെ ശുശ്രൂഷിക്കാൻ പറയുമ്പോൾ വെറുതെ അധരം കൊണ്ട് തീർക്കാതെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ആദ്യമേ അത് നിങ്ങളോട് സംവദിക്കുന്നതാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ വചനം സംസാരിച്ചിട്ട് അത് ദൈവജനത്തിന് പങ്കുവയ്ക്കാൻ കഴിയണം. ഹൃദയാത്മന അല്ലെങ്കിൽ സബ്ഡയക്കണേറ്റ് എന്ന പട്ടം സ്വീകരിക്കുന്ന 6 ശമാശന്മാരുണ്ട്. അവരോട് പറയും, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധ സ്ഥലത്തിൻ്റെ കാര്യസ്ഥരാകാൻ, ദൈവ ശുശ്രൂഷയ്ക്കുള്ള അൾത്താരയിലെ ശുശ്രൂഷയ്ക്കുള്ള നിങ്ങൾക്ക് പാത്രങ്ങളൊക്കെ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവ ശുശ്രൂഷയ്ക്ക് വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരുവചനം, തിരുഹൃദയത്തിൻ്റെ ചിന്തകളെ നമുക്ക് അനുസ്മരിക്കാം. ലോകബന്ധങ്ങളിൽ നിന്ന് വിട്ടുമാറി ദൈവമേഖലയിലേക്കുള്ള പരിവർത്തനം. ഇനി നമുക്ക് വേണ്ടി ഒരു ഡീക്കനാകുന്നുണ്ട്. പുരോഹിത പട്ടങ്ങളിൽ 3 ക്രമങ്ങളാണുള്ളത്: ഡീക്കൻ, പുരോഹിതൻ, മെത്രാൻ. ഈ 3 തലങ്ങളിൽ ആദ്യത്തെ പടിയാണ് നമ്മുടെ ആന്റണി ശമാശൻ സ്വീകരിക്കുക. ഡയക്കനേറ്റ് ശംശാലയായി പരിണമിക്കും. അത് ശുശ്രൂഷയുടേതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം
28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി പരിണമിക്കാനും. കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു ശുശ്രൂഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കും. പത്രോസിൻ്റെ പാദങ്ങൾ കഴുകാൻ ചെല്ലുമ്പോൾ പത്രോസ് തടസ്സം നിൽക്കുമ്പോൾ പത്രോസിനോടായി ഈശോ പറയും, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കില്ല. അതേ ഈശോ തന്നെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ഏറ്റവും മഹനീയമായ ദൗത്യത്തെ കാണിച്ചു തന്നത്. ഈ ശുശ്രൂഷയാണ് ഡയക്കണേറ്റ്, ശംശാന ശുശ്രൂഷയിലൂടെ കർത്താവ് പകർന്നു തരിക എന്ന തിരുവചനത്തിൻ്റെ ബലത്തിൽ നമുക്ക് ഓർമ്മിക്കാം. ഈ സഹോദരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ ദൈവിക ശുശ്രൂഷയിലൂടെ സഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നവർ, പ്രിയപ്പെട്ടവരെ, രൂപതാ കുടുംബം അഭിമന്യ പിതാവിനോടൊപ്പം സന്തോഷിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും നിങ്ങളോട് ഏറ്റവും അടുപ്പം സ്വീകരിക്കുന്ന ഇവരെല്ലാം ഇന്ന് സന്തോഷിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവർ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു. ഈ മഹനീയമായ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാം. നമുക്ക് അഭിമാനമുള്ളവരായിരിക്കാം, ദൗത്യബോധമുള്ളവരായിരിക്കാം. നിങ്ങളുടെ ജീവിത വഴിയിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സന്തത സഹചാരിയായിരിക്കട്ടെ. നിങ്ങൾ വായിക്കുന്ന തിരുവചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ നടക്കേണ്ട വഴികൾ പറഞ്ഞു തരുന്ന വിവേകം ജനിപ്പിക്കട്ടെ. നിങ്ങൾ പരികർമ്മം ചെയ്യാനും ശുശ്രൂഷിക്കാനും ഏർപ്പെടുന്ന വിശുദ്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എന്നും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നതാകട്ടെ.